ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവം ദുർറത്തുനാസിലുണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള ഒരു സംഭവം. പൊന്നാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊരു നബി തങ്ങളോട് കൂടെ ആയിരുന്നു. ഫമറനാ ബി മഖ്ബറ, ഞങ്ങൾ ഖബർസ്ഥാനിലൂടെ നടന്നുപോയി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ശക്തമായ കരച്ചിൽ കരഞ്ഞു. പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ലിമ ബക്കൈത യാ റസൂലല്ലാഹ്, എന്തിനാ നബി അങ്ങ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, യാ സൗബാൻ ഹൗലാ യുഅദ്ദബുന ഫീ ഖുബൂരിഹിം, ഈ ആളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു തആല വരെ ശിക്ഷയ്ക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, യാ സൗബാൻ ലൗ സ്വമ ഹൗലാ യൗമൻ മിൻ റജബിൻ വമാ നാമു മിൻഹു ലൈലതൻ മാ ഉദ്ദിബു ഫീ ഖബൂരിഹിം, ഈ ആളുകൾ റജബിലെ ഏതെങ്കിലും ഒരു പകലിൽ നോമ്പെടുക്കുകയും ഏതെങ്കിലും ഒരു രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞു. സ്വഹാബി പറയാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ആ സൗമു യൗമിൻ വഖിയാമു ലൈലത്തിൻ മിൻ അദാബിൽ ഖബർ, ഈ റജബ് മാസത്തിന്റെ ഒരു പകലിലെ നോമ്പും ഒരു രാത്രിയിലെ നിസ്കാരവും ഖബർ ശിക്ഷയെ തടുക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ സൗബാൻ അല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ, അല്ലാഹുവാണ് സത്യം, മാ മിൻ മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ യസൂമു യൗമ വ യഖൂമു ലൈലതൻ മിൻ റജബിൻ യുരീദു ബിഹിമാ വജ്ഹല്ലാഹ് ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനാ. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചു ഒരു മുസ്ലിമായ പുരുഷനോ സ്ത്രീയോ ഈ റജബിന്റെ ഒരു പകല് ഒരു പകല് നോമ്പെടുക്കുകയും ഒരു രാത്രി മുഴുവൻ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയും ചെയ്താൽ ഒരു വർഷം നിലക്കാത്ത ഇബാദത്ത്, ഒരു വർഷത്തെ 365 പകല് നോമ്പും ആ രാത്രി മുഴുവനും നിസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ്. വലിയ ശ്രേഷ്ഠതയാണ് ഈ മാസത്തെ നോമ്പുകൾക്കൊക്കെ ഉള്ളത്. അപ്പോ ഈ മാസത്തിനോടുള്ള ആദരവും ബഹുമാനമൊക്കെ പ്രകടിപ്പിച്ച് നമുക്കൊക്കെ അതിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അനസ് റളിയല്ലാഹു പറഞ്ഞൊരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു വയൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. 2 കാര്യങ്ങൾ പറഞ്ഞു. അവിടെ രണ്ടാമതൊരു കാര്യം പറഞ്ഞത് ഒമിൻ സോമയോമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹി ദഖലൽ ജന്ന, റജബിലെ ഏതെങ്കിലും ഒരു പകൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഒരാൾ നോമ്പെടുത്താൽ അള്ളാഹ് മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്ന് മുആദ് റളിയല്ലാഹു പറയുകയും അനസ് റളിയല്ലാഹു പിന്നെ നബി തങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് നബിയെ ഇന്ന മുആദൻ അഖ്ബർനി കദാ വ കദാ, മുആദ് റളിയല്ലാഹുവിനോട് ഞാൻ ഇന്നൊരു വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അനസേ സുദഖ മുആദ് എന്നവർ പറഞ്ഞത് സത്യമാണ് എന്നാണ്. വലിയ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.